ഒട്ടും നടക്കില്ല എന്നും ലോജിക്കലിയും സയൻറ്റിഫിക്കലിയും ചിന്തിച്ചാൽ ഒരു രീതിയിലും കാര്യങ്ങൾ ക്ലിയർ ആകില്ല എന്ന് ഉറപ്പുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലെ യേശു പറയുന്ന കാര്യം. യേശു പറയുന്ന ഒരു കാര്യം ഇതാണ്: കടുക് മണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ സെക്കമിൻ മരത്തോട് ചൂടോട് ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതനുസരിക്കും. ഒട്ടും പോസിബിളല്ല ഈ രണ്ട് കാര്യവും. ഒന്നാമത്തെ കാര്യം, ആഴത്തിൽ വേരുള്ള ഒരു മരമാണ് സെക്കമിൻ മരം. അത് ഒത്തിരി വേരുകൾ താഴേക്കിറങ്ങും. അതിൻ്റെ വേരുകൾ ഉറച്ചതാണ്. അതുകൊണ്ട് ഈ മരം ഒത്തിരി വലുതുമാണ്. അങ്ങനെ ഒരു മരത്തെ പിഴുതെടുക്കാൻ ഒരിക്കലും പോസിബിൾ അല്ല. യേശു പറയുന്നത്, നിങ്ങൾ കടുക് മണിയുള്ള വിശ്വാസമുണ്ടോ? അത് വേരോടുകൂടി ഉയർന്നു വരും. ഇനി അടുത്ത പോയിന്റ് എന്താണ്? അത് കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉറയ്ക്കും. കടലിൽ എങ്ങനെയാണ് ഒരു മരം പോയി വേരുറയ്ക്കുന്നത്? പക്ഷെ അത് നടക്കും. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. സയൻറ്റിഫിക്കലി ലോജിക്കലിയൊക്കെ ചിന്തിച്ചാൽ ചില കാര്യങ്ങൾ ഒട്ടും പോസിബിൾ അല്ല. പക്ഷേ പോസിബിളാണ്. ഏത് കാര്യത്തിൽ? നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാലും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഒരാൾ കണ്ണും പൂട്ടി കടുക് മണിയോളം എങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ചോദ്യം. ഈ സുവിശേഷഭാവം ധ്യാനിക്കുന്ന ഒരാൾ ഇതൊക്കെ എങ്ങനെ പോസിബിളാകും എന്ന് ചിന്തിച്ചാൽ ആ പരാജയത്തെയാണ് ഇന്നത്തെ സുവിശേഷഭാവം ചൂണ്ടിക്കാണിക്കുന്നത്. കടുക് മണിയോളമെങ്കിലും നിങ്ങൾക്ക് ഈ പരിപാടിയെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ബുദ്ധി വെച്ച് ചിന്തിച്ചു തുടങ്ങിയത്? യേശു എപ്പോഴും ചിന്തിക്കുന്നത് നമ്മളൊക്കെ ഹൃദയം കൊണ്ട്, വിശ്വാസം കൊണ്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പലയിടങ്ങളിലും കൃത്യമായ തെളിവുമാണ്. മത്തായി സുവിശേഷം 9:28 യേശു അന്ധന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിടത്താണ് അവർക്ക് കാഴ്ച ലഭിച്ചത്. അവിടെ മാത്രമല്ല, പിശാച് ബാധിച്ച ഒരു ബാലനെ അവൻ്റെ പിതാവ് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ലേ? നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോൾ യേശു തിരിച്ചു ചോദിക്കും, കഴിയുമെങ്കിലോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞതിങ്ങനെയാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഉടനെ തന്നെയാണ് ആ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, എവിടെയാണോ വിശ്വാസമുള്ളത് അവിടെ അത്ഭുതമുണ്ടാകും, അവിടെ ദൈവത്തിന് ഇടപെടലുണ്ടാകും. അതാണ് ലൂക്കാസ് സുവിശേഷം 1:37 നമ്മൾ വായിക്കുന്നത്: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ഒരു ചിന്ത നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ഉള്ളിലുണ്ട്? ദൈവത്തിന് ഒന്നും ഇമ്പോസിബിൾ അല്ല എന്ന്. നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് തന്നെ ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന അവസരത്തിൽ പുരോഹിതനോട് പറയുന്നില്ലേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അങ്ങനെ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും സഭയിലൊക്കെ വിശ്വസിച്ചാണ് നമ്മുടെ ജീവിതം തന്നെ തുടങ്ങുന്നത്. ഈ വിശ്വാസം ആഴപ്പെടുന്നതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നത്, പ്രത്യാശയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ആരൊക്കെയാണോ കടുക് മണിയോടെങ്കിലും ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്, അവരൊക്കെ കണ്ടത് വടവൃക്ഷം പോലെയുള്ള അത്ഭുതങ്ങളാണ്. ആരൊക്കെയാണോ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതും മാറ്റി നിർത്തിയിട്ടുള്ളതും അവർക്കിപ്പോഴും അജ്ഞാതമായിരിക്കുന്നതും യേശുവിൻ്റെ അത്ഭുതങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് നമ്മുടെ വിശ്വാസം? ഇപ്പോഴും അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും സാധ്യമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പണ്ട് അബ്രഹാം വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ സാറയ്ക്ക് കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. സംഭവം ഇതൊന്നും പോസിബിൾ അല്ല എന്ന് സാറ ചിന്തിച്ചു. പക്ഷെ അങ്ങനെയല്ല, അത് പോസിബിളായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഇമ്പോസിബിൾ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് സയൻറ്റിഫിക്കലി ലോജിക്കലി നിങ്ങളോട് പലരും പറഞ്ഞിട്ടുമുണ്ടാകും. ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ: കടുക് മണിയോളം വിശ്വാസമുണ്ടോ? ഇപ്പോഴും പലതും പോസിബിളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷണങ്ങളെന്തു വന്നാലും പതറിടാതെ പ്രാർത്ഥനയാൽ പൊരുതി നിന്നിടും. പിതാക്കന്മാരുടെ കണ്ണുനീരിനെ വിലമതിച്ച ദൈവമെന്ന് എന്റെയും ദൈവം. പകലിലും ഇരവിലും ഞാൻ പാടിടും, തലമുറയായി നാഥൻ ചെയ്ത നന്മകൾ. പകലിലും
ചെയ്ത നന്മകൾ